Hi friends, welcome to our channel. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നോർമൽ സിബ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു യോക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് വീതിക്കാണ് ക്രോസ് പീസ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 കോണുകൾ വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. നല്ല വശവും കൂടി വെച്ചിട്ട് ചീത്ത വശത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിനൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നെക്കിലിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ വയ്ക്കുമ്പം ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മളുടെ നെക്കിൻ്റെ നല്ല വശമായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പതുക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുക. വളരെ ഫിനിഷിങ് വരണം. നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഒറ്റ ഫോൾഡ് ചെയ്താൽ മതി. എന്നിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്യുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നല്ല വശത്തു നിന്ന് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ പിടിക്കുന്നത് നല്ല പ്രോപ്പറായിട്ട് വേണം, എങ്കിലേ ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് എങ്ങനെയാണ് സിബ് വെക്കേണ്ടത് നോക്കാം. ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 ഇഞ്ച് വെടുത്ത് വരുന്ന ക്ലോത്താണ്. ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് എല്ലാ സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. 2 ഫോൾഡ് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ നെക്കിൻ്റെ മിഡിലൊന്ന് കാണാം. അവിടെ ഒരു ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുക. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്തിലും ഇതേപോലെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കുക. സിബ് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എവിടെയാണോ ഇതിന് ലെങ്ത്ത് വേണ്ടത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു വി ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് വരിക. നമുക്കൊരു വി ഷേപ്പിലാണ് നമുക്ക് വരിക. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഈ ഒരു എൻഡിലെത്തുമ്പോൾ ചെറിയ കട്ടുകൾ മാത്രമേ ഇടാൻ പാടൂ. കണ്ടോ, ഇങ്ങനെ വരാൻ പാടൂ. ഇനി നമുക്ക് സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഈ സിബിൻ്റെ ടീത്തുമ്മ തട്ടാൻ പാടില്ല. പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ ഒരു എഡ്ജിൽ കൂടെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിവിടെ എത്തുമ്പോൾ നമ്മളിവിടെ ഒന്ന് നീഡിൽ പൊക്കി പിടിച്ചിട്ട് ഇവിടെ ഒരു ലൈൻ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. കുറേ നമ്മൾ ഇങ്ങനെ ഒരു സിബ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. അത്രയും ഫിനിഷിങ് വരണം. നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ സിബിനെ താഴത്തേക്ക് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നീഡിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.